അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ പിന്നെ എല്ലായിടത്തും മഴ തന്നെയല്ലേ, രാവിലെ തന്നെ തുടങ്ങണത് തന്നെ മഴ, നിർത്താതെയുള്ള മഴ തന്നെയാണ്. പിന്നെ ഇപ്പോൾ തോടും പുഴയൊക്കെ ഉള്ളവർക്കൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് പിന്നെ ഇവിടെ അടുത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ എണീറ്റ് വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നാൽ പിന്നെ ആദ്യം ചെയ്യണ പണി ഇതുപോലെ മോട്ടർ ഓൺ ആക്കണ തന്നെയാണ്. നമുക്ക് പിന്നെ കുഴൽക്കിണറാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വെള്ളം നിറച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ മഴയും കാറ്റൊക്കെ ആകുമ്പോൾ എപ്പോഴും കറണ്ടില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യണ പണിയാണ് ഇതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിലും ഓണാക്കിയിടും. അപ്പോൾ നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ തിരുമ്പലും അതിനോടുകൂടി തന്നെയാണ് കഴിയും. അപ്പോൾ പിന്നെ നമുക്കത് കഴിഞ്ഞാൽ തന്നെ അത് കൊണ്ടുപോയി ഉണക്കും ചെയ്യുക നമ്മൾ രാവിലത്തെ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ. അതുപോലെ പല തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് പണികളൊക്കെ തുടങ്ങുകയുള്ളൂ. ആദ്യം ഇപ്പോൾ പിന്നെ വെള്ളത്തിനേക്കാളും നല്ലത് ചൂടുള്ള വെള്ളം തന്നെയാണ്. അതുപോലെ ചായയും തന്നെ, ചായ ആവശ്യമുള്ളവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് തുടങ്ങുമ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഉഷാർ കിട്ടുമല്ലോ. ഇതിപ്പോൾ ഏലക്കായൊക്കെ ഇട്ട് പാൽപ്പൊടിയൊക്കെ ഒഴിച്ചിട്ടുള്ള ചായയാണ്. പാൽപ്പൊടി ഞാൻ കലക്കിയെടുത്തതാണ് ചൂടുവെള്ളത്തിൽ, അതാണ് പാല് പോലെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കട്ടൻ ചായ വേണ്ടവരും പാൽപ്പൊടി വേണ്ടവരും പാല് വേണ്ടവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഏത് ചായ ആണെങ്കിലും രാവിലത്തെ ചായ ആവശ്യമുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ രാവിലെ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ രാത്രി തന്നെ കുഴച്ചെടുത്ത് വെച്ചതാണ്. രാത്രി തന്നെ കുഴച്ച് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് പണി എളുപ്പമാണ്. പിന്നെ രാവിലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് നേരം കുഴച്ച് വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേന് കുഴച്ച് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുമ്പോൾ പിന്നെ കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പച്ചവെള്ളത്തിലാണ് നമ്മൾ ഈ പ്രസ്സുമ്മേ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തിയായിട്ട് കിട്ടും. ഇതിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചപ്പാത്തി പരത്തിയെടുക്കുകയും ചെയ്യുക. അതിനോടുകൂടി തന്നെ ചുടലും പരത്തലൊക്കെ ഒരുമിച്ച് കഴിയുള്ളൂ. ഇതിന് വലിയ പണിയില്ല. അതിങ്ങനെ കുഴച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അല്ലാതെ വലിയൊരു ഷേപ്പായി വരണം, നന്നായിട്ട് ഉരുളായിട്ട് വരണം എന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഉരുളിയാണ് എളുപ്പമാണ് പരത്തിയെടുത്താൽ അതൊന്ന് ഓണാക്കിയിട്ട് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുളാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ അത് ചുടൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പരത്തലും ചുടലൊക്കെ ഒരുമിച്ച് ചെയ്യുകയും ചെയ്യാം. നല്ല ചപ്പാത്തി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കുറച്ച് നേരം നമ്മളൊന്ന് കുഴച്ച് വെക്കണം എന്നുള്ളൂ. അപ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് നന്നായിട്ട് പൊള്ളച്ച് രണ്ട് സൈഡും നല്ലതിൽ തന്നെ വരും. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി ഇടുന്ന അതേ രീതിയിൽ തന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം മറ്റേ സൈഡ് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ പൊള്ളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഉരുട്ടണ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഉരുളുണ്ടാക്കി വെക്കാനും പരത്തി വെക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടെ തന്നെ എല്ലാ പണി ഒരുമിച്ച് തന്നെ തീരും ചെയ്യും. നല്ല ചപ്പാത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ എളുപ്പം എപ്പോഴും ചുടുമ്പോഴും രാവിലെയും രാത്രിയൊക്കെ നേരെ ചപ്പാത്തിയൊക്കെ വേണ്ടവർക്കൊക്കെ ഇത് നല്ല ഈസിയാണ് ഇതുമ്മേ ചുട്ടെടുക്കാനൊക്കെ. ഇവിടെ പിന്നെ നമ്മൾ അധികം ചപ്പാത്തിയൊക്കെ ചുടുന്നതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായിട്ട് 2 വർഷമൊക്കെ ആയിട്ട് നമുക്ക് ചപ്പാത്തി പ്രശ്നം തന്നെയാണ് ചപ്പാത്തിയൊക്കെ ചുടൽ. എളുപ്പമാണ് ചുടാനും, നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പം കഴിയുകയും ചെയ്യും. പിന്നെ ഇപ്പം നമുക്ക് വേറുള്ളവർക്കും നമുക്ക് ചുട്ട് തരുമൊക്കെ ചെയ്യുക. ഉരുളാക്കി വെച്ച് കൊടുത്താൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ വലിയ കുട്ടികൾക്കൊക്കെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം. അതിനൊക്കെ എളുപ്പം തന്നെയാണ്. നമ്മൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല ഇതിലായി കിട്ടിയിട്ടുണ്ട്. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചും കൊണ്ടിരിക്കുക നമ്മളെ കോക്ടെയിലാണ്. ഇതിൽ ചപ്പാത്തി രാവിലെ എന്താണെങ്കിലും അതിന് സീഡും ഇതൊന്നുമല്ല വേണ്ടേ. നമ്മളെന്താ ഉണ്ടാക്കണമെങ്കിൽ അതതിന് രാവിലെ വേഗം കിട്ടണം. അതിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ തുടങ്ങും. ചപ്പാത്തി ആണെങ്കിലും പുട്ടാണെങ്കിലും ഉപ്പുമാവ് എല്ലാം അതും അതിനിഷ്ടമാണ്. അതിന് രാവിലത്തെ അതിൻ്റെ സീഡൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കൊടുത്താലും ശരി,
നമ്മൾ ഈ തിന്നണ എന്താ രാവിലെ ഉണ്ടാക്കിയത് അതിനിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കും. ദോശക്കും ഒക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കണ കണ്ടാൽ തന്നെ വിളി തുടങ്ങും. അപ്പോൾ അതിനാദ്യം ചുട്ട് കഴിഞ്ഞാൽ അതിനൊരു പീസ് കൊടുക്കണം. ചെറിയൊരു പീസേ വേണ്ടുള്ളൂ. എന്നാലും നമ്മൾ ചുടുമ്പോൾ തുടങ്ങും വിളിക്കൽ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് കൊടുത്തതാണ്. പിന്നെ ഇപ്പം ഇന്ന് മുട്ടക്കറിയാണ്. മുട്ടയൊക്കെ നമ്മൾ ഇതുമ്പോൾ പെട്ടെന്നാണ്ട് പുഴുങ്ങിയെടുക്കുക. ഇതുമ്പോൾ നമുക്ക് വെച്ചങ്ങാണ്ട് പിന്നെ ഉള്ളി ഇതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിലിരുന്ന് മുട്ടയൊക്കെ വെന്ത് കിട്ടും. ഇതിനളവിനനുസരിച്ചിട്ട് ഒരു മുട്ടയ്ക്ക് 20 മില്ലി ആ രീതിയിലാണ് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ 6 മുട്ടയുടെ സ്പേസാണ് ഉള്ളത്. അപ്പോൾ അതിൽ വെച്ച് കൊടുത്താൽ നമുക്ക് എത്ര എണ്ണം ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പിന്നെ മുട്ടക്കറിയാണ്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ അതാണ്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കറി, മുട്ടക്കറി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ ഇടുന്ന എല്ലാ മസാലകളും തന്നെയാണ്. മല്ലിയും മുളകും മഞ്ഞളും അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ വെള്ളമൊന്നും അധികം കറിയൊന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ റോസ്റ്റായിട്ട് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കണമെങ്കിൽ തേങ്ങ വറുത്തിട്ട് വരക്കാം. അതുപോലെ പച്ചത്തേങ്ങയാണെങ്കിൽ പച്ചത്തേങ്ങ മാത്രം, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂട്ടിയിട്ട് അങ്ങനെ അരക്കുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അതുപോലെയും കറി ഉണ്ടാക്കുക. അതല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുട്ടക്കറിനെ ഒന്ന് റോസ്റ്റാക്കി വെച്ചാൽ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് രാവിലെക്കും വൈകുന്നേരത്തിനൊക്കെ ഒരുമിച്ച് കറി ഉണ്ടാക്കിയൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ വൈകുന്നേരത്തും പിന്നെ ചോറിൻ്റെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കുമ്പോൾ രാവിലെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെയും വൈകുന്നേരത്തൊക്കെ അതുതന്നെ മതി. അതുപോലെ ചപ്പാത്തി ആണെങ്കിലും കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വൈകുന്നേരത്തും അതിൽ തന്നെ എടുക്കുകയും ചെയ്യാം. അതുപോലെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് രാവിലെ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് 2 നേരം ഒരു ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഉണ്ടാക്കണേക്കാളും വലിയൊരു പണിയല്ലേ നമുക്ക് ഈ പാത്രം കഴുകൽ. അതെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പാത്രമാണ് നമ്മൾ ഓരോന്ന് എടുക്കണമെങ്കിൽ നമ്മൾ കഴുകി വെക്കണമെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് രാവിലെ ഉച്ചക്കൊക്കെ നമ്മൾ ഓരോ പണി കഴിഞ്ഞാലും ഉണ്ടാവും ഇതുപോലെ ഇഷ്ടം പോലെ പണികൾ. പാത്രം കഴുകാൻ തന്നെ ഉണ്ടാവും. അത് നമുക്കങ്ങനെ എളുപ്പത്തിലാണ്ട് കഴുകിയെടുത്ത് പാത്രം കഴുകി അടുക്കള വൃത്തിയാക്കി ഇട്ടാലല്ലേ നമുക്ക് ആ പണികൾക്കൊരു ഒതുക്കം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് പാത്രം കഴുകലിനൊക്കെ നിന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ ആദ്യം ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ എല്ലാ പാത്രവും കഴുകി വെക്കും. അതിൻ്റെ ശേഷം പിന്നെ ചായ കുടിച്ചാൽ പാത്രം കൊണ്ട് കഴുകി വെച്ചാൽ നമുക്ക് രാവിലത്തെ പണികൾ അങ്ങോട്ട് എളുപ്പം കഴിഞ്ഞ് കിട്ടുമല്ലോ. അതാണ്ട് റെഡിയാക്കി കിട്ടിയാൽ തന്നെ നമുക്ക് കുറേ ഒരു പണി കഴിഞ്ഞ മാതിരിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് പോയി ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് ഒക്കെ വിരിച്ച് റെഡിയാക്കി ഇട്ടാൽ തന്നെ കുറേ ഒരു പണി കഴിഞ്ഞ് കിട്ടിയ മാതിരിയാവും. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ പുറത്തോട്ടൊന്നും പണിക്കൊന്നും ഇറങ്ങാനില്ലല്ലോ. ഇപ്പോൾ ചെടികളോ പണികളോ അങ്ങനത്തതൊന്നും നടക്കില്ല. ഇപ്പം നല്ല മഴയല്ലേ. അപ്പം നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ചെയ്യാണ്ടെങ്കിൽ ആ പണികളൊക്കെ ഇപ്പോൾ തീർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണികൾ ചെയ്യാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് പുറത്തൊരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നല്ല മഴയല്ലേ. അതുകൊണ്ട് ഇപ്പം ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഷീൻ മെരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളതായ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക. ആ രീതിയിലൊക്കെയാണ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ പാത്രം മോറലും പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളം വാർന്നാൽ പിന്നെ അതിൻ്റെ സ്ഥലത്തോട്ടൊക്കെ മാറ്റി വെക്കാനുള്ള തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഉള്ളിലെ അടുക്കളയാണ്. അപ്പോൾ 1-2 അടുക്കളയൊക്കെ ഉണ്ടായാൽ നമുക്കതൊക്കെ വൃത്തിയാക്കൽ ഒരു പണി തന്നെയാണ്. അതെല്ലാം ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പൊക്കെ വീടൊക്കെ വെക്കണവരൊക്കെ ഒരു അടുക്കളയൊക്കെ തന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഒറ്റ അടുക്കളയായിട്ട് എടുക്കണമെന്നാൽ പിന്നെ നമുക്ക് അവിടെ മാത്രം നേരാക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ നമ്മളൊക്കെ കുറച്ച് മുന്നത്തെയൊക്കെ ആയതുകൊണ്ട് തന്നെ 1-2 അടുക്കളയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരാക്കി ഇടും വേണം. പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞുള്ള പണിയാണിപ്പോൾ കോഴികളുടെ കാര്യം. അപ്പോൾ അവർക്കുള്ള അരിയും ഗോതമ്പൊക്കെ ഇതുപോലെ നമ്മൾ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ അത് എടുത്ത് കൊടുക്കാനും എളുപ്പമാണ്. പിന്നെ ചോറൊക്കെ കൊടുക്കണ ദിവസമാണെങ്കിൽ ചോറ് രാവിലെ അവർക്ക് വേണ്ടി ലേശം കുക്കറിലൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കും. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിറകുവരയുടെ ഒരു അരുവിലൊക്കെ അവിടെ കോഴിക്കൂടിൻ്റെ ഒക്കെ അടുത്ത ഒരു അരുഭാഗത്ത് ഇങ്ങനെ മഴയൊന്നും കൊള്ളാത്തോടത്താണ് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ നല്ല മഴയല്ലേ.
അപ്പോൾ കുറച്ച് നേരം ഈ മഴയൊക്കെ ഒന്ന് ഒഴിവാകാനൊക്കെ സമയം നോക്കിയിട്ട് വേഗം കോഴികളെ വിടുക ചെയ്യാം. ഇപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കോഴികളെ പണി കുറച്ച് നേരം ഉണ്ടാവും. പക്ഷെ ഇപ്പം നമുക്ക് കോഴികളൊക്കെ കുറച്ചതാണ് മഴയൊക്കെ ആയപ്പോൾ. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ വലിയ പണികളൊന്നുമില്ല കോഴികളടുത്ത്. ഇപ്പോൾ വലിയ കോഴികളാവുകൊണ്ട് തന്നെ അവർക്കാണ് ഭക്ഷണവും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴികളെ കാര്യത്തിലൊരു പണിയില്ല. ഇതിൻ്റെ മുൻപൊക്കെ നമുക്ക് കുറേ കോഴികളും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ മഴയൊക്കെ വരുന്നതിൻ്റെ മുൻപ് തന്നെ കോഴികളൊക്കെ ഒന്ന് കുറച്ചതാണ്. പിന്നീട് ഇപ്പോൾ ഒന്നും പുതിയ കോഴികളെയൊന്നും വെച്ച് കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാക്കലില്ല, മുട്ടയൊന്നും വെച്ച് കൊടുക്കലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഉള്ള ഈ കോഴികൾ തന്നെയാണ്. അപ്പോൾ ഇവരെ അങ്ങനെ കൊടുത്തുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അവരെ കാര്യമൊന്നും വെള്ളം മാറ്റുക, ഭക്ഷണം കൊടുക്കുക, അതുപോലെ മുട്ടയൊക്കെ ഇപ്പോൾ ഇന്നലെ മഴക്കായിട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് കുറച്ചധികം മുട്ടയൊക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നമ്മളെ ആവശ്യത്തിനുള്ള എടുക്കുകയാണ്. ഇപ്പോൾ പൊരുന്നാനൊന്നും വെച്ച് കൊടുക്കലില്ല. മഴയൊക്കെ പോയി ഒന്ന് റെഡി ആയതിൻ്റെ ശേഷമാണ് ഇനി കോഴികളൊക്കെ അധികം ഉണ്ടാക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കോഴിക്കൂടും തന്നെ എല്ലാ കോഴിക്കൂട്ടിലും കയറാതെ ഒക്കെ അടച്ചിട്ടിട്ട് 2 കൂട് മാത്രം തുറന്നു കൊടുക്കലോ. അതോട് ഒരു കൂട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 കോഴികളാണ്. അപ്പോൾ അവരെ നമ്മൾ പുറത്തേക്കൊന്നും വിടലില്ല. അതെന്താ ഇപ്പോൾ മഴ ഇതൊക്കെ ആവുകൊണ്ട് അവരതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അവരെ പുറത്തേക്ക് വിടില്ല. അവർക്ക് മഴയൊക്കെ കൊണ്ടാൽ വേഗം അസുഖമൊക്കെ വരും. അപ്പോൾ പിന്നെ അവർ 5 ഉണ്ടായിട്ട് അതിലിപ്പോൾ 2 ഉള്ളൂ. 3 കുരുപ്പൊക്കെ വന്ന ഇതിലിപ്പോൾ കോഴികൾക്കൊക്കെ ഒരു കുരുപ്പ് വന്നിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ അതിലവർ 3 ചത്തുപോയി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ 2 അപ്പോൾ അവരെ ആ കൂട്ടിലാക്കിക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു കൂട്ടിൽ മാത്രമാണ് എല്ലാവരും ആക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആക്കിയെന്ന കൂടൊക്കെ പൊഴിഞ്ഞ് കിടക്കുകയാണ്. കോഴിയുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അതിലൊക്കെ നമ്മൾ എന്നും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ ഒരു ഒഴിവാണ്. അതിലൊന്നും നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്തോ പണികളൊക്കെ കുറഞ്ഞ പോലെയാണ്. പിന്നെ ഈ കൂടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴികളൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ വെച്ച് കൊടുക്കും ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.